ഇതൊക്കെ ഇനി ഊരി വെക്കേണ്ട സമയം കഴിഞ്ഞത്. 2 ദിവസം കിടക്കട്ടെ എന്നിട്ട് ഊര. മതിയായിരിക്കും. ഓ അളിയന്റെ കവറ് എന്താ ഇത് ഞാൻ പറഞ്ഞപ്പോ എല്ലാം കൂടെ എന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് പൊങ്കാലയിട്ട്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇത് എല്ലാരും നിൽക്കുമ്പോ പറയണ്ടേ? വേണ്ട, അവളെ തൂക്കിയിട്ട് എല്ലാരെയും വിളിക്കാം. വെള്ളം ഒഴിച്ചല്ലേ? കള്ളം പൊളിച്ചപ്പോ കണ്ട അവള് ദേഷ്യം കണ്ട. ചിരിയടി, നീ നേരത്തെ ചിരിച്ചോളും. ചിരിയടി ചിരിയടി, നീ എന്ത് ചിരി വരണില്ലേ? വരൂല്ല, നിനക്ക് ചിരി വരൂല്ല. വിടറി കവർ, വിടറി. കിട്ടിയേ, അളിയന്റെ കവർ കിട്ടി. കിട്ടി എന്റെ അളിയന്റെ വിടടി. കിട്ടിയോ? അമ്മൂമ്മ എന്താടാ? എന്താ കണ്ടാ? കണ്ടാ? ഇത് ഞാൻ സിദ്ധുവിന് കൊടുത്ത കവറല്ലയോ? ആ കവറിലോ എവിടെ ഇരിക്കണേ? ഇപ്പൊ കണ്ടാ? ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. പറയടി, എന്തിനാടി ഈ കവറ്? പറയടി, എന്തിനാ ഈ സൈഡിലോട്ട് നീ നടുക്കോട്ട് മാറിയില്ലേ? നീ പറ. ഈ കവറ് എന്തിനാ നിന്റെ വന്നേ? എങ്ങനെ നിന്റെ വന്നേ? ഇതെന്റെ കവറേട്ടാ. பாரு பொய் சொல்லக்கூடாது. இந்த கவர் அம்மா எங்கிட்ட கொடுத்துட்டு நான் தான் அந்த ரூம்ல கொண்டே வச்சேன். நீ பொய்யே சொல்லக்கூடாது பாரு. ഇതെന്റെ കവറേണ്ടി. ഇനി നീ മാ തുറന്ന പിടിച്ചിടിക്കും ഞാൻ. സത്യം പറയടി, ഈ കവർ നീ എന്തിനാ എടുത്തേ? സംശയം ഉണ്ടെങ്കിൽ തുറന്നു നോക്ക്. ഒരു സംശയമില്ല, ഇത് ഞാനേ സിദ്ധുവിന് കൊടുത്ത കവറാ. സിദ്ധു ഏതാണ്ട് ലച്ചുവിന് കൊടുത്തു വിട്ടതാ. മിക്കാറും ചേച്ചിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കാര്യമായിട്ട് കൊടുത്ത് വിട്ടായിരിക്കും. അതറിഞ്ഞോണ്ട് നീ മുക്കിയല്ലടി. കേക്കാൻ തോന്നുന്നു കേട്ടാ. എന്തായാലും നീ തുറന്നു നോക്ക്. സംശയം ഉണ്ടെങ്കിൽ തുറന്നു നോക്ക്. ശരിടി, തുറന്നു നോക്കാം. നോക്കിയോ, എല്ലാവരുടെ അനുവാദത്തോടു കൂടി തുറന്നു നോക്കിയാണ്. പൊതിഞ്ഞിട്ട് ഉളുപ്പുണ്ടോ നോക്കണേ അവളെ നിക്കുന്നതിന്. ഏതോ ബണ്ണോ കേക്കോ എങ്ങോട്ടാണ് കേട്ടത്. ഇതെന്റെ അല്ല. അലക്കാത്ത ടീഷർട്ട്. ഇതെന്റെ അല്ല കേട്ടാ. നിന്റെ അല്ലടി, അമ്മേച്ചി. എന്തായാലും ഇത്ര വലിയ ടീഷർട്ട് നിനക്കെന്തിന്? ഇത് അളയന്റെ കൂറ ടീഷർട്ട് ഞാൻ കണ്ടിട്ടില്ലേ. യാത്രയിൽ എപ്പോഴും എന്റെ ഗന്ധം കൂടെ ഉണ്ടാകട്ടെ എന്ന് ലച്ചുവിന്റെ സിദ്ധു. യാത്രയിൽ എപ്പോഴും എന്റെ ഗന്ധം കൂടെ ഉണ്ടാകട്ടെ എന്ന് ലച്ചുവിന്റെ സിദ്ധു. ആയി അളയന്റെ ചീഞ്ഞ പ്രേമം. കൊച്ചേ, ഇതൊക്കെയാണ് എടുത്തു വെക്കണേ. ഇതെന്റെ അല്ല. പാറുവേ, നീ എന്തിനാ കവർ എടുത്തത്? എങ്ങനെന്താ ഞാനൊക്കെ എടുത്തേ? അല്ല, കാര്യമായിട്ട് എന്തോ ഗിഫ്റ്റ് ഉണ്ടായിരിക്കും വിചാരിച്ചിട്ടായിരിക്കും അല്ലേടി? അമ്മൂമ്മ ഒന്നും പറയണ്ട, ഞാനാ ഈ കവർ സിദ്ധുവിന്റെ കൊടുത്തത്. ഇതെനിക്ക് കുഞ്ഞു പപ്പ തന്നതാ. പിന്നെ അവനിപ്പം സിദ്ധുവിന്റെ ഡ്രസ്സാണല്ലോ ഇടുന്നത്. നീ പോയാ പറഞ്ഞു. കേശുവേ, നീ ഒന്ന് ലച്ചുവിനെ വിളിയടാ. ഇത് കാണാതെ അവള് വിഷമിക്കണായിരിക്കും.
ഈ ചീഞ്ഞ സാധനം കാണാതെ. എടാ നീ ഒന്ന് വിളിച്ച് പറ അവളുടെ അടുത്ത്. ആ ലച്ചേച്ചി എന്താ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. നിന്റെ അളിയനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവന്റെ അടുത്ത് പറഞ്ഞേരെ അവനുള്ളത് വെച്ചിട്ടുണ്ടെന്ന്. ആംഗ്രി മോദി. ഇഫ് ഉണ്ട് തലക്കടിക്കണം. വിളിച്ചു നോക്കല്ലേ. ആ ലച്ചേച്ചിയെ എവിടെ എത്തി? തൃശ്ശൂർ സ്റ്റേഷനില്ല. അത്ര ആയുള്ളൂ. ട്രെയിനിലല്ലേ? സ്റ്റേഷനില്ല. സ്റ്റേഷനിൽ എന്ത് കപ്പലിന് മേടിക്കാൻ ഇറങ്ങിയാണ്? ആ ഓക്കെ 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 ഓക്കെ. അല്ല നേരത്തെ ഈ ദേഷ്യപ്പെട്ടോണ്ടേ ആ മെസ്സേജ് അയച്ചാൽ എന്തായിരുന്നു സംഭവം? ഗിഫ്റ്റ് കിട്ടിയ? അതങ്ങനെ? അല്ല എന്ത് ഗിഫ്റ്റ് ആയിരുന്നു? വളോ? മീൻവളോ? അയ്യോ. ആ ആ ആ ശരി ചേച്ചി ശരി ചേച്ചി. അല്ല ഒന്നുമില്ല, ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് കിട്ടി. അല്ല 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 അതല്ല അതല്ല. ആ ശരി ശരി ഞാൻ വിളിക്കാം. അപ്പം സ്റ്റേഷനിൽ നിന്ന് അടുത്ത ട്രെയിൻ. ഓക്കെ 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 ശരി ചേച്ചി. എന്താ ചേച്ചി വിളിച്ചാൽ നിനക്ക് ആര് ഗിഫ്റ്റ് തന്നെ? കുഞ്ഞു പപ്പി. കുഞ്ഞിപ്പപ്പി. എന്നാ ആദ്യം ആർന്ന് പറഞ്ഞോ വെച്ചേ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞായിരുന്നു. ആ എടാ എന്തുകൂടെ കാര്യം പറ. അമ്മൂമ്മ അളിയൻ കൊടുത്ത ഗിഫ്റ്റ് ചേച്ചിക്ക് കിട്ടി. കിട്ടിയ? അപ്പൊ ഇതാ ഇത് അളിയൻ കൊടുത്ത ഗിഫ്റ്റ്, ചേച്ചിക്ക് കിട്ടിയത് ഗിഫ്റ്റ്. നീ ഇപ്പോഴും കാര്യം എന്തോന്ന് പറയുന്നില്ല. ഒറ്റ മിനിറ്റ് അമ്മൂമ്മ, ഇതൊന്ന് ക്ലിയർ ആയിക്കോട്ടെ. ഡേയ് മക്കളെ, നിനക്ക് നിന്റെ കുഞ്ഞിപ്പപ്പി തന്ന സാധനം ഇതേപോലത്തെ സെയിം കവറിലായിരുന്നു? ഇതുപോലത്തെ കവറിലാ ഗിഫ്റ്റ് വന്നത്. ഗിഫ്റ്റ് സൂപ്പർ. എന്നിട്ട് ആ ഗിഫ്റ്റ് മക്കൾ എവിടാ കൊണ്ടേ വെച്ചേ? ചേച്ചിയുടെ റൂമില്. ആ ഇപ്പൊ കറക്റ്റായി. സാരം മാറിക്കൊണ്ടുപോയി. മനസ്സിലായില്ല? ഇല്ലടാ. എന്റെ പൊന്നമ്മൂമ്മ എവളുടെ കുഞ്ഞിപ്പപ്പി എവൾക്ക് കൊടുത്ത ഗിഫ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് അളിയനും അതേപോലത്തെ ഒരു കവറിലാണ് ദാ ഈ ഗിഫ്റ്റ് റെഡിയാക്കി വെച്ചിരുന്നത്. എന്നിട്ട് ലച്ചു ചേച്ചി കൊടുത്തു വിട്ടത് എവളുടെ കുഞ്ഞിപ്പപ്പി എവക്ക് കൊടുത്തു വിട്ട ഗിഫ്റ്റ് ആയിരുന്നു. അതെന്തായിരുന്നു ആ ഗിഫ്റ്റ് എന്നറിയോ? മീൻവളം. ആ ലച്ചേച്ചി ആ മീൻവളം ട്രെയിനിൽ വെച്ച് തുറന്നു കൊടുത്ത് ഈറ്റാരോ ഒന്ന് മണം കാരണം ചവിട്ടി പുറത്താക്കി. ഇപ്പൊ തൃശ്ശൂർ സ്റ്റേഷനിൽ നിൽക്കണ്. എന്താന്ന് പച്ചത്? എന്നാലും കൊള്ളാം. ലച്ചേച്ചിക്ക് കിട്ടിയ ഗന്ധം എന്നാലും ആലോചിച്ച് നോക്കണേ. കുഞ്ഞിപ്പപ്പിയുടെ കേസേ മണ്ടായി. നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇതൊക്കെയാണ് പറഞ്ഞത്, മീൻവളം. അവൻ മണ്ടനൊന്നും അല്ല. മീൻവളം അല്ല എനിക്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് തന്നത്. വേറെയാ. വേറെ വേറെ എന്തോന്ന്? ഞാൻ പോയി എടുത്തോണ്ട് വരാം. ന്യൂ ഇയർ ഗിഫ്റ്റ് വേണ്ട, ഇതാണ് കുഞ്ഞിപ്പപ്പി തന്ന ന്യൂ ഇയർ ഗിഫ്റ്റ്. എന്താ ഇത്? റോസാ ചെടി. ഇത് മാറ്റി നട്ടിട്ട് മീൻവളം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല പൂവുണ്ടാവുമെന്നാണ് കുഞ്ഞിപ്പപ്പി പറഞ്ഞത്. അതുകൊണ്ടാണ് മീൻവളം കൂടെ തന്നു വിട്ടു. എന്നിട്ട് ഇതിൽ പൂവുണ്ടാവുമ്പോ അടുത്ത വർഷം ന്യൂ ഇയറിന് അവൻ ഈ പൂ ഗിഫ്റ്റ് കൊടുക്കണം എന്നാ അവൻ പറഞ്ഞു.